Hello everyone, I'm Rida Sharif, third year computer science student in Amal College, and my seminar topic is Styles and Themes. Introduction. Styles and themes on Android allow you to separate the details of app design from the UI structure and behavior similar to style sheets in web design. Styles and themes അതായത് വെബ് ഡിസൈനിലെ സ്റ്റൈൽ ഷീറ്റിന് സിമിലർ ആണ് ആൻഡ്രോയിഡിലെ സ്റ്റൈൽസ് ആൻഡ് തീംസ്. സെപ്പറേറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ആപ്പ് ഡിസൈൻ ഫ്രം യു ഐ സ്ട്രക്ചർ. അതായത് സ്റ്റൈൽ തീംസ് ഉപയോഗിക്കുന്ന യു ഐ സ്ട്രക്ചറിലെ ആപ്പ് ഡിസൈൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എ സ്റ്റൈൽ ഈസ് എ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് സ്പെസിഫൈ ദ അപ്പിയറൻസ് ഫോർ എ സിംഗിൾ വ്യൂ. സ്റ്റൈൽ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ടാണ്. അതുപോലെ സ്പെസിഫൈ ചെയ്യും സിംഗിൾ വ്യൂ ആയിട്ടുള്ള ബട്ടണ്, ലിസ്റ്റ് വ്യൂ, ടെക്സ്റ്റ് വ്യൂ ഒക്കെ അപ്പിയറൻസിനെ സ്പെസിഫൈ ചെയ്യും. എ തീം ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റൈൽ ദാറ്റ് അപ്ലൈ ടു ആൻ എൻറ്റയർ ആപ്പ് ആക്ടിവിറ്റി ഓർ വ്യൂ ഹൈറാർക്കി, നോട്ട് ജസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ വ്യൂ. തീം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് ദാറ്റ്സ് അപ്ലൈ ടു ഒരു എൻറ്റയർ ആപ്പ് ആക്ടിവിറ്റി അതുപോലെ വ്യൂ ഹൈറാർക്കി അതിനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു ഇൻഡിവിജ്വൽ വ്യൂ ആയിട്ടല്ല, ഒരു എൻറ്റയർ ആപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. തീംസ് ക്യാൻ ആൾസോ അപ്ലൈ സ്റ്റൈൽസ് ടു നോൺ വ്യൂ എലമെൻറ്റ്സ് സച്ച് ആസ് ദ സ്റ്റാറ്റസ് ബാർ ആൻഡ് വിൻഡോ ബാക്ക്ഗ്രൗണ്ട്. അതായത് തീം ആൾസോ അപ്ലൈ നോൺ വ്യൂ എലമെൻറ്റ്സ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ബാറിനും വിൻഡോ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ആയിട്ടാണ് അപ്ലൈ ചെയ്യുക. സ്റ്റൈൽസ് അതായത് ആയിട്ടാണ് തീംസിൽ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുക. സ്റ്റൈൽസ് ആൻഡ് തീംസ് ആർ ഡിക്ലെയർഡ് ഇൻ എ സ്റ്റൈൽ റിസോഴ്സ് ഫയൽ ഇൻ റിസോഴ്സ് വാല്യൂസ് യൂഷ്വലി നെയിംഡ് styles.xml. അതായത് സ്റ്റൈൽസും തീംസൊക്കെ റിസോഴ്സിലെ വാല്യൂസിൽ style.xml നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഡിഫൈനിങ് സ്റ്റൈൽസ്. A style is defined in an XML resource that is separated from the XML that specify the layout. Style ഡിഫൈൻ ചെയ്യുക XML റിസോഴ്സിനെയാണ് സെപ്പറേറ്റഡ് ഫ്രം ദ XML ലേഔട്ട് സ്പെസിഫൈ ചെയ്ത് XML സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള XML റിസോഴ്സിലാണ് സ്റ്റൈൽ ഡിഫൈൻ ചെയ്തത്. ദിസ് XML ഫയൽ റിസോഴ്സ് റിസൈഡ്സ് അണ്ടർ റിസോഴ്സ് വാല്യൂസ് ഡയറക്ടറി. ഈ XML ഫയൽ റിസൈഡ് ചെയ്യുന്നത് റിസോഴ്സ് വാല്യൂസ് ഡയറക്ടറിൻ്റെ അണ്ടറിലാണ് റിസൈഡ് ചെയ്യുന്നത്. Multiple styles per file can be defined using style tag, but each style will have its name that uniquely identifies the style. Multiple style defined style tag ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ബട്ട് ഈച്ച് സ്റ്റൈലിനും യൂണീക്ക് ആയിട്ടുള്ളൊരു നെയിം ഉണ്ടാവും. ആൻഡ്രോയിഡ് സ്റ്റൈൽ ആട്രിബ്യൂട്ട്സ് ആർ സെറ്റ് യൂസിങ് ഐറ്റം ടാഗ് ഉപയോഗിച്ചിട്ടാണ് ആൻഡ്രോയിഡിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുക. ഇനി style.xml ഫയൽ നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് XML വേർഷനും എൻകോഡിങ് ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കാം. ദെൻ റിസോഴ്സ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റൈലിൽ കൊടുത്തിട്ട് സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് നെയിം ഫോണ്ട് സ്റ്റൈൽ കൊടുക്കും. ദെൻ ഐറ്റം നെയിം, ഇങ്ങനെ ഓരോ ഐറ്റം നെയിം കൊടുക്കും. ഐറ്റം നെയിമിൽ ഓരോ ആട്രിബ്യൂട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. ലേഔട്ട് വിടുത്ത്, ലേഔട്ട് ഹൈറ്റ്, ക്യാപിറ്റലൈസ്, ടൈപ്പ് ഫേസ്, ടെക്സ്റ്റൈസ്, ടെക്സ്റ്റ് കളർ, അതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ്. അതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യും. ഇനി എന്താണ് തീംസ്? A theme is a collection of named resources. Theme എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് നെയിംഡ് റിസോഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. They provide semantic names to Android resources so you can refer to them later. Provide semantic names to Android resources semantic names കൊടുക്കുന്നുണ്ട്. Example, color primary is a semantic name for a given color. A theme can be created in the same way as creating style. Style ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി തന്നെയാണ് തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. Instead of applying a style with a style attribute on a view, theme is applied with the Android theme attribute on either the application tag or an activity tag in the Android manifest.xml. അതായത് സ്റ്റൈലും തീമൊക്കെ നമ്മൾ XML ഫയലാണ് കൊടുക്കൽ. അതായത് മെയിൻ ആക്ടിവിറ്റി .xml തീം എന്ന് കൊടുക്കൽ നമ്മൾ manifest.xml ഫയലിലാണ് കൊടുക്കുക. manifest.xml നമ്മൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് തീം അണ്ടറിൽ ആട്രിബ്യൂട്ടിലാണ് നമ്മൾ എന്നിട്ട് അതിലാണ് നെയിം ഇതൊക്കെ തീം അപ്ലൈ ചെയ്യാം കൊടുക്കുക. അപ്പോൾ അപ്ലൈ എ സ്റ്റൈൽ ആസ് എ തീം. എങ്ങനെയാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ നോക്കാം തീമിൽ? അപ്ലൈ ദ ഡാർക്ക് തീം ടു ദ വോൾ ആപ്പ്. നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് കൊടുത്തിട്ട് തീം സിക്കൽ ടു സ്റ്റൈൽ തീം .app കോമ്പാക്റ്റ് കൊടുക്കുക. അങ്ങനെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം, മാനിഫെസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റൈൽസ് ആൻഡ് തീംസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ താങ്ക് യു.